വാഹന തട്ടിപ്പിൽ കസ്റ്റംസ് നടപടിയെ ചോദ്യം ചെയ്ത നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ലാൻഡ് റോവർ വാഹനം പിടിച്ചെടുത്തത് ചോദ്യം ചെയ്താണ് ഹർജി നൽകിയിരിക്കുന്നത്. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയതെന്നും ദുൽഖർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ഷപ്ന നൽകും. ഷപ്ന, എത്തരത്തിലാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? സംഗീത, കസ്റ്റംസിന്റെ നടപടി ചോദ്യം ചെയ്താണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ നംകോറിൽ വാഹനം പിടിച്ചെടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു ഹർജി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ലാൻഡ് റോവർ വാഹനം പിടിച്ചെടുത്തത് ചോദ്യം ചെയ്തിട്ടാണ് ഈ ഹർജി. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയത് എന്നാണ് ദുൽഖർ സൽമാൻ കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത്. അത്തരത്തിൽ നിയമ നടപടി പൂർത്തിയാക്കി വാങ്ങിയ വാഹനം പിടിച്ചെടുക്കുകയായിരുന്നു. ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടു വന്നു എന്ന രീതിയിലാണ് കസ്റ്റംസ് നടപടി കസ്റ്റംസ് തീരുവ വെട്ടിച്ചു എന്നാണ് കസ്റ്റംസിന്റെ ആരോപണം. എന്നാൽ താൻ അത്തരത്തിലുള്ള നടപടികളിലേക്ക് മുതിർന്നിട്ടില്ല. നിയമ നടപടികൾ പൂർത്തീകരിച്ച് എത്തിച്ച വാഹനമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്റെ വാഹനം പിടിച്ചെടുത്തത് നിയമവിരുദ്ധമാണ് എന്ന് ദുൽഖർ നൽകിയ ഹർജിയിൽ പറയുന്നു. ഏതായാലും ഈ ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തിയതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ റെയ്ഡും അത്തരത്തിൽ വാഹനങ്ങൾ പലയിടങ്ങളിലും റെയ്ഡും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ദുൽഖർ സൽമാന്റെ വീട്ടിലടക്കം കസ്റ്റംസ് റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് വാഹനം പിടിച്ചെടുത്തത്. ഈ ലാൻഡ് റോവർ വാഹനം പിടിച്ചെടുത്തത് ചോദ്യം ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഹർജിയുമായി ദുൽഖർ കോടതിയെ എത്തിയിട്ടുള്ളത്. നിയമ നടപടി പൂർത്തീകരിച്ച് വാങ്ങിയ വാഹനമാണ്. അത് ഈ രീതിയിൽ പിടിച്ചെടുത്തത് നിയമവിരുദ്ധമാണ്. വാഹനം വിട്ടു നൽകണം എന്ന ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിക്കുന്നത്. ഷപ്ന, ഇനി ഹർജി എപ്പോഴേക്കുമാണ് പരിഗണിക്കുന്നത്? ഇതിന്റെ നിയമ നടപടികൾ ഏത് വിധേനയായിരിക്കും മുന്നോട്ട് പോവുക? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം, ഇന്നിപ്പോൾ ഹൈക്കോടതി പ്രവൃത്തി ദിവസമാണ്. നാളെയും അവധി കോടതി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ നാളെ ബെഞ്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ ഏതായാലും അല്പസമയം മുമ്പ് ഈ ഹർജി ഫയൽ ചെയ്തിട്ട് മാത്രമാണുള്ളത്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് അടക്കമുള്ളവരെ എതിർകക്ഷിയാക്കിയാണ് ഹർജി നൽകിയിട്ടുള്ളത്. കസ്റ്റംസിനോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണം തേടും. തുടർന്നായിരിക്കും ഇതിന്റെ വാദം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇതിൽ നടപടികളിലേക്ക് കോടതി കടക്കുക. ഏതായാലും കസ്റ്റംസ് അടക്കം എതിർകക്ഷികളുടെ വിശദീകരണം തേടി കോടതിക്ക് ബോധ്യം വന്നാൽ മാത്രമാകും ഇനി ഈ വാഹനം വിട്ടു നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാദം കോടതിയിൽ നടക്കും. ശരി ഷപ്ന, ഇപ്പോൾ സഹിൻ ആന്റണിയെ കൂടി ചേരുകയാണ്. സഹിൻ, ഇപ്പോൾ കസ്റ്റംസ് നടപടിയെ ചോദ്യം ചെയ്ത നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിൽ പ്രത്യേകമായി പറയുന്നു, ലാൻഡ് റോവർ വാഹനം പിടിച്ചെടുത്തത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഹർജിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. നിയമ നടപടിയിലേക്ക് അങ്ങനെ ദുൽഖർ സൽമാൻ കടക്കുമ്പോൾ കസ്റ്റംസിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കങ്ങളൊക്കെ ഏത് വിധേനയാണ്? ഇതിൽ നടപടികളൊക്കെ കസ്റ്റംസും ഇ ഡിയും അടക്കമുള്ളവർ സ്വീകരിച്ചിരിക്കുന്ന രീതികളൊക്കെ എന്തൊക്കെയാണ് ഇപ്പോഴുള്ളത്? ാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നത്. ഒന്ന് ലാൻഡ് റോവർ ആണ്, മറ്റൊരു വാഹനം കൂടി. അങ്ങനെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. 2 വാഹനങ്ങൾ ഹാജരാക്കണമെന്നും ദുൽഖർ സൽമാനോട് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ 2 വാഹനങ്ങൾ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. ഇതിനിടയിലാണ് ഷബ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ദുൽഖർ സൽമാനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം തന്നെ അത് സംബന്ധിച്ചുള്ള നോട്ടീസ് നൽകാൻ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. മാത്രമല്ല, ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇതേ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള അമിത് ചക്കാലക്കലിൽ എന്ന് പറയുന്ന മറ്റൊരു നടനെ 2 തവണ കസ്റ്റംസ് ചോദ്യം ചെയ്തു കഴിഞ്ഞിരുന്നു. അമിത്തിന്റെ 7 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങളും പിടിച്ചെടുത്തിരുന്നു. സംസ്ഥാനത്താകമാനം 38 വാഹനങ്ങളാണ് കസ്റ്റംസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിരിക്കുന്നത്. കൂടുതൽ വാഹനങ്ങൾ കണ്ടെത്താനുള്ള നീക്കവും കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതും. എന്തായാലും ദുൽഖറിനെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു നിലപാടാണ് കസ്റ്റംസ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കസ്റ്റംസ് മറ്റു നടപടികളിലേക്ക് പോകുക.